ഹരി ഓം. 89-ാം സ്തുതി ദേവസ്തുതി. ഇത് അധ്യായം 6, ഏകാദശ സ്കന്ധം, 7 മുതൽ 49 വരെ ശ്ലോകങ്ങൾ. ദേവാ ഊചുഃ നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയപ്രാണമനോവചോഭിഃ യച്ഛിന്ത്യതേന്തർഹൃദി ഭാവയുക്തൈഃ മുമുക്ഷുഭിഃ കർമ്മമയോരുപാശാത് ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യ വസിലും പസി തദ്ഗുണസ്ഥഃ നൈതർഭവാനജിതകർമ്മഭിരജ്യത്തെ വൈ യസ്യേ സുഖേ വ്യവഹിതേഭിരതോ നവദ്യ. ബ്രഹ്മോവാച ഭൂമേർഭാരാവതാരായ പുരാ വിജ്ഞാപിതപ്രഭോ ത്വമസ്മാഭിരശേഷാത്മം തത്തഥൈവോപപാദിതം ധർമ്മശ്ച സ്ഥാപിതഃ സൽസു സത്യസന്ധേഷു വൈ ത്വയാ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഃ. ശ്രീഭഗവാനുവാച അവധാരിതമേതന്മേ യഥാർത്ഥവിബുധേശ്വര കൃതം വകാര്യമഖിലം ഭൂമേർഭാരോവതാരിതഃ തദിദം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഗൃക്ഷദ്രുദ്ധം മേ വേലയേവ മഹാർണവഃ. യൽ സംഹൃത്യ തൃപ്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയം ഉദ്വേലേന വിനക്ഷ്യതി ഇദാനീം നാശ ആരബ്ധ കുലസ്യ ദ്വിജശാപതഃ യാസ്യാമി ഭവനം ബ്രഹ്മന്നേതദന്തേ തവാനഘ. ഉദ്ധവ ഉവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്യൈതത്കുലം നൂനം ലോകം സന്ധ്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വര നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയ മാമപി. ഒരിക്കൽ ബ്രഹ്മാദിദേവന്മാരും ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ട് മഹാദേവനും അശ്വിനി ദേവന്മാരും അഷ്ടവസുക്കളും എല്ലാവരും കൂടി ഭഗവാനെ ദർശിക്കാൻ ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണനെ ദേവന്മാരെല്ലാം ചേർന്ന് സ്തുതിച്ചു. അതിനുശേഷം ബ്രഹ്മാവ് പറഞ്ഞു, ഞങ്ങളുടെ അപേക്ഷ അനുസരിച്ച് അങ്ങ് ഭൂമിഭാരം തീർക്കാൻ പിറന്ന് അതെല്ലാം ഭംഗിയായി സാധിപ്പിച്ചു. യദുവംശത്തിൽ ജനിച്ച് വളർന്ന് ഉത്കൃഷ്ടമായ വീര്യം പ്രകാശിപ്പിച്ച് കീർത്തി പരത്തി. അങ്ങയുടെ ഈ കൃത്യങ്ങൾ കീർത്തിക്കുന്നവർ കലികാലത്ത് മനോമാലിന്യങ്ങൾ തീർന്ന് മുക്തരാവും. ലോകേശ, അവതാരം കഴിഞ്ഞിട്ടിപ്പോൾ 125 കൊല്ലമായി. ഭവാന്റെ കുലം വിപ്രശാപത്താൽ നശിച്ചതുപോലെ തന്നെ കരുതാം. ദേവകാര്യങ്ങളൊന്നും ഇനി ശേഷിക്കുന്നില്ല. അതിനാൽ ഇനി താമസിയാതെ സ്വധാമം പ്രാപിച്ചാലും ഞങ്ങളെയൊക്കെ സങ്കടം തീർത്ത് രക്ഷിച്ചാലും. ഭഗവാൻ പറഞ്ഞു, ഭവാൻ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ദേവകാര്യങ്ങളെല്ലാം സാധിച്ചു, ഭൂഭാരവും തീർത്തു. യദുക്കളെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ അവർ അഹങ്കാരം കൊണ്ട് ലോകം നശിപ്പിക്കും.
ഈ വംശനാശം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം ഞാനും താമസിയാതെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയായി. ഭഗവാൻ പറഞ്ഞതു കേട്ട് ബ്രഹ്മാവും ശിവനും പരിവാരങ്ങളും ഭഗവാനെ നമസ്കരിച്ച് മടങ്ങിപ്പോയി. ദ്വാരകയിൽ ദുർനിമിത്തങ്ങൾ കാണുകയാൽ യദുവൃദ്ധന്മാരോട് ഭഗവാൻ പറഞ്ഞു, യദുവംശത്തിന് ബ്രാഹ്മണശാപം അനുഭവിക്കാറായി എന്ന് തോന്നുന്നു. ഇനി ഇവിടെ ആരും വസിക്കരുത്. നമുക്ക് പുണ്യമായ പ്രഭാസ തീർത്ഥത്തിൽ പോകാം. അവിടെ കുളിച്ച് തർപ്പണം ചെയ്ത് ബ്രാഹ്മണരെ ഭുജിപ്പിച്ച് ദാനങ്ങളും ചെയ്യാം. അങ്ങനെ നമ്മുടെ ദുരിതങ്ങൾ തീരട്ടെ. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് എല്ലാവരും പുറപ്പെട്ടു പ്രഭാസ തീർത്ഥത്തിലേക്ക്. ജഗത് പ്രഭുവായ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി അടഞ്ഞാലാണ് ശാപത്തിൽ നിന്ന് അഥവാ ആപത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന സത്യം അവർ മറന്നു. ബുദ്ധിമാനായ ഉദ്ധവർ ചെന്ന് ഭഗവാന്റെ പിന്നാലെ ഏകാന്ത സ്ഥലത്ത് വെച്ച് ഭഗവാനെ നമസ്കരിച്ച് കൈകൾ കൂപ്പി പറഞ്ഞു, യോഗേശ, ശക്തനായ ഭവാൻ വിപ്രശാപം ഒഴിവാക്കുവാൻ ശക്തനല്ലാത്ത മട്ടിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ കുലം സംഹരിച്ച് ഭൂലോകവാസം അവസാനിപ്പിക്കുവാൻ തീർച്ചയാക്കിയതുപോലെ തോന്നുന്നല്ലോ. അങ്ങയെ പിരിഞ്ഞ് അരനിമിഷം പോലും ഇരിക്കുവാൻ എനിക്ക് ശക്തിയില്ല. അങ്ങ് എന്നെ കൂടി അവിടേക്ക് കൊണ്ടുപോകാൻ കനിവ് ഉണ്ടാകണമേ. ഏകാന്ത ഭക്തനും ഭൃത്യനും സുഹൃത്തുമായ ഉദ്ധവനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അടുത്ത സ്തുതിയിൽ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.